നമസ്കാരം, ഞാൻ അനിൽ കുമ്പഴ. കുമ്പഴാൻ ക്രൂവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പൊ കണ്ട വീഡിയോയില് ഒരു കട്ടയെടുത്ത് ഒരാളുടെ തലയിൽ അടിക്കുന്നതാണ്. അതെ, നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ട്. കട്ടയെടുത്ത് തലയിൽ അടിക്കുന്നു, അതുപോലെ തന്നെ മതിലിടിച്ച് തകർത്ത് വണ്ടി വരുന്നു, അകത്തോട്ട് കയറി വരുന്നു, അങ്ങനെയൊക്കെയുള്ള കുറേ സീക്വൻസസ് നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ടാവും, ഇത് ഒറിജിനലാണോ, ഒറിജിനൽ കട്ടകളാണോ അടിക്കുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതേപോലുള്ള കട്ടയാണ്. ഈ കട്ട ഉണ്ടാക്കുന്ന രീതിയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. എങ്ങനെയാണ് ഈ ഹോളോ ബ്രിക്സ് അല്ലെങ്കിൽ സിമെന്റ് കട്ട എങ്ങനെയാണ് സിനിമയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്, ഡെമ്മി ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഈ സിമെന്റ് കട്ട ഉണ്ടാക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ജോബിനാണ്. ജോബിന് കുമ്പഴാൻ ക്രൂ എന്ന് പറഞ്ഞ ചാനലിന്റെ നട്ടലാണ്. കാരണം ഇതിനു മുന്നേ നമ്മൾ കസേര അടിക്കുന്നത്, ബിയർ ബോട്ടിൽ അടിക്കുന്നത്, അങ്ങനെയുള്ള ഫൈറ്റ് സീക്വൻസുകളൊക്കെ ജോബിനാണ്. മറ്റേ വണ്ടിയുടെ ഗ്ലാസ് അടിച്ചു പൊട്ടിച്ച് ആളിനെ അകത്തിടുന്നൊക്കെ ജോബിനാണ്. അതെ, നമ്മുടെ ഒരു ഗുണ്ടയാണ്. സർവോപരി അവൻ എഡിറ്ററാണ്. അതേപോലെ തന്നെ നല്ല ഒരു ക്യാമറമാനാണ്. പലരും ചോദിക്കുന്നുണ്ട് ഏത് ക്യാമറ വെച്ചിട്ടാണ് നിങ്ങളിത് ഷൂട്ട് ചെയ്യുന്നത് എന്നുള്ളത്. അത്തരത്തിൽ അത്ര ഡിഫറെന്റ് ആയിട്ടുള്ള ഷോട്ടുകളൊക്കെ വെച്ചിട്ട് മനോഹരമായിട്ട് ഈ വിഷ്വലൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ഇവനാണ്. നല്ലപോലെ വരയ്ക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. പോരെ, അപ്പോ അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഇങ്ങനെയുള്ള ഒരു ഡെമ്മി വർക്ക്, അതായത് ഇദ്ദേഹം സിറിൽ കുരുള എന്ന് പറയുന്ന കലാസംവിധായകനോടൊപ്പമായിരുന്നു ആദ്യമായിട്ട് സിനിമ ഇൻഡസ്ട്രിയിൽ വർക്കിന് കയറുന്നത്. അതിനുശേഷം ഒട്ടനവധി കലാസംവിധായകരോടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ ഏകദേശം ഒരു 3-4 വർഷമായിട്ട് ഞങ്ങൾ ഒന്നിച്ചാണ്. അപ്പൊ ഈ യാത്രയിൽ നിങ്ങളോടൊപ്പം ഇന്നത്തെ എപ്പിസോഡില് നമ്മുടെ ജോബിനാണ് ഈ വർക്ക്ഷോപ്പ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് അവതരിപ്പിക്കുന്നത്, അല്ലെ? അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ബ്രിക്സ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നോക്കാം. ഓക്കെ. അപ്പോൾ തെർമോക്കോളാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ബ്ലോക്ക് തെർമോക്കോള്. അതിങ്ങനെ കട്ട് ചെയ്ത് വാങ്ങിച്ചേക്കാം. 4 ഇഞ്ച് അല്ലേ? ഇത് 4 ഇഞ്ച് കണത്തിൽ ഒരു ഹോളോ ബ്രിക്സ് ആണ് ചെയ്യാൻ പോകുന്നത്. ഹോളോ ബ്രിക്സ്. അപ്പോൾ അതിനിങ്ങനെ ഇവിടെ ഒരു ഷേപ്പ് ഉണ്ട്, ഇവിടെ ഒരു ഷേപ്പ് ഉണ്ട്. പിന്നെ അതിന്റെ ബാക്കി സെറ്റപ്പ് ഒക്കെ നമുക്ക് പതിയെ കാണാം. അപ്പൊ നമ്മൾ മാർക്ക് ചെയ്തു. ഇതൊന്നിങ്ങനെ റൗണ്ട് ചെയ്തു പോകും. അപ്പൊ നമ്മൾ മാർക്ക് ചെയ്തു. മേളിലെ പോർഷൻ, സൈഡിലെ പോർഷൻ, 3 പോർഷനും മാർക്ക് ചെയ്തു. അപ്പൊ ഇനി നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ. മെമ്പറിന്റെ നാരങ്ങാവെള്ളം. ഇവിടെ ഞങ്ങൾ എന്ത് വർക്ക്ഷോപ്പ് ചെയ്താലും മെമ്പർ ഇങ്ങനെ ഒരു സ്പെഷ്യൽ തരും. ഇത് കെട്ടിക്കഴിയുമ്പോഴത്തേനും ഒന്നും അറിയത്തില്ല. അതെ, കാണിക്കാൻ വേണ്ടി മാത്രമാണ്. സ്ട്രക്ചർ ഏകദേശം തീർന്നിരിക്കുകയാണ്. ഇത്രയുള്ള വലിയ സംഭവങ്ങളൊന്നുമില്ല. 2 സൈഡ്, അതുപോലെ തന്നെ ഈ ഹോൾസ് അത് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഷേപ്പായി, ഒരു സ്ട്രക്ചറായി. അപ്പോൾ നമ്മൾ ഇനി ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത്, ഇതിലേക്ക് ആ ടെക്സ്ചർ ആഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് SH തേച്ച് പിടിപ്പിച്ച്
നമ്മൾ ഇതിലേക്ക് പാറപ്പൊടിയും അതുപോലെ പാറയുടെ ചിപ്സൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാം. അപ്പോൾ ഇത് SH ആണ്. SH നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ചൊഴിച്ചതിന് ശേഷം നമുക്ക് ലൈറ്റ് ആക്കാം, തേക്കാൻ എളുപ്പമായി. കോർത്തുണിയുടെ കോർത്തുണി, കോട്ടൺ തുണി മതി. നമ്മളിങ്ങനെ കീറിയെടുത്ത് തെർമോക്കോളിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്തെങ്കിലും വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ ടേക്കുകൾ ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ ഇത് പൊട്ടിപ്പോയാൽ വീണ്ടും ഉണ്ടാക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ എത്ര ടേക്കുകളേലും വേണേലും എടുക്കാം, വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഈ തുണി ഒട്ടിക്കുന്നത് കേട്ടോ. അല്ലാതെ ഒറ്റ ടേക്കിന് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തുണിയുടെ ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് മെറ്റലും ചിപ്സും ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് ടെക്സ്ചറിന് വേണ്ടി ഇതിൻ്റെ മുകളിൽ ആ ഒരു പരുപരുത്ത ടെക്സ്ചർ ഉണ്ടല്ലോ, അതിനുവേണ്ടി നമ്മൾ മെറ്റലും ചിപ്സും ഒക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ തുണി ഒട്ടിച്ചതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാൻ പറ്റത്തില്ല. ഇതിന് മുകളിലാണ് നമ്മൾ ആ ടെക്സ്ചർ ആഡ് ചെയ്യുക. അപ്പോൾ ഇതിനെ ഒന്ന് ബലമാക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പം ഈ തുണി ഒട്ടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഹോളോ ബ്രിക്സിൻ്റെ മുകളിലേക്ക് കോറത്തുണി ഒട്ടിച്ചു, സ്റ്റിച്ച് തേച്ച് കോറത്തുണി ഒട്ടിച്ചു. ഇനി അതൊന്ന് ചെറുതായിട്ട് ഉണക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് പാറപ്പൊടിയും അതുപോലെ തന്നെ മെറ്റലിൻ്റെ ചിപ്സൊക്കെ ആഡ് ചെയ്യും. അപ്പോൾ അത് ആ ഒരു ഒറിജിനൽ ഫീൽ കിട്ടും. പിന്നെ ഇത് ആദ്യം ചെറുതായിട്ട് നമുക്കൊന്ന് ഉണക്കിയെടുക്കാം. അപ്പോൾ മഴയൊക്കെ മാറി നല്ല വെയിലുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് ഉണങ്ങട്ടെ. ഉണങ്ങിയതിന് ശേഷം നമുക്കിതിനെ എടുത്ത് ഇങ്ങോട്ട് കട്ടയാക്കി മാറ്റാം, ഹോളോ ബ്രിക്സ് ആക്കി മാറ്റാം. അപ്പോൾ നമ്മൾ ഒട്ടിച്ച് ഉണക്കാൻ വെച്ചിരിക്കുന്ന ഹോളോ ബ്രിക്സ്, നമ്മൾ ഉണ്ടാക്കിയ ഹോളോ ബ്രിക്സ് നമുക്ക് ഉണങ്ങിയെന്ന് നോക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് കുറച്ചും കൂടെ SH ഒക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം, അതായത് പശ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കൊണ്ടുവച്ചിരിക്കുന്ന പാറപ്പൊടിയും അതുപോലെ തന്നെ ചിപ്സ്, പാറ ചിപ്സ് അതും കൂടെ മിക്സ് ചെയ്ത് ഇതിൻ്റെ ഒരു ടെക്സ്ചർ ഉണ്ടാക്കാൻ വേണ്ടി പോകാം. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് SH തേച്ച് പിടിപ്പിക്കാം. ഇത് നമ്മൾ മെമ്പറുടെ ഒക്കെ വീണ്ടും മുറ്റത്തുനിന്ന് എടുത്തുകൊണ്ട് വന്ന ചിപ്സാണ്, മെറ്റലിൻ്റെ ചിപ്സ്. ഈ ചിപ്സ് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. കൂടെ നമുക്ക് പാറപ്പൊടി എടുത്തിട്ടുണ്ട്, പാറപ്പൊടി. അപ്പോൾ ഈ പാറപ്പൊടിയും ഈ ചിപ്സും വെച്ചാണ് നമ്മൾ അതിന് ആ ഒരു ടെക്സ്ചർ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ SH ഫുള്ളായിട്ട് തേച്ച് പിടിപ്പിച്ചു, 4 സൈഡിലും അകത്തും, അതായത് കാണാവുന്ന ഭാഗങ്ങളിലെല്ലാം SH തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മിക്സ്, അതായത് പാറപ്പൊടിയും ചിപ്സും കൂടെ കൂട്ടി നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകും. പാറപ്പൊടി നമ്മൾ ചെറിയൊരു ചിപ്സും പാറപ്പൊടിയും കൂടെയൊക്കെ ചേർത്തൊരു മിക്സ് ചെയ്തൊരു മിക്സർ വെച്ചിരുന്നു. അതെടുത്ത് SH തേച്ച് അതിൻ്റെ മുകളിലേക്ക് നമ്മളിങ്ങനെ വിതറിയപ്പോൾ ആ ഒരു ഹോളോ ബ്രിക്സിൻ്റെ ഒരു ടെക്സ്ചർ കിട്ടും. അപ്പോൾ നല്ലൊരു ഹോളോ ബ്രിക്സിൻ്റെ ആ ഒരു ടെക്സ്ചർ ഇപ്പോൾ കണ്ടാൽ പറയുക തെർമോക്കോളാണെന്ന് പറയും. അപ്പോൾ ഇതിനെയും നമ്മൾ ഒന്ന് ഉണക്കിയെടുക്കണം. ഒന്ന് ഉണക്കി വെയിലത്ത് വെച്ച് ഒന്നും കൂടെ ഒന്ന് ഉണക്കിയെടുക്കും. ഉണക്കിയെടുത്തതിന് ശേഷം നമുക്കിത് ആവശ്യമുള്ള രീതിയിലേക്ക് ഇതിനെ ഡൾ ചെയ്യണം. അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു കട്ടയുടെ ചേർത്ത് വെക്കുമ്പോൾ ഇതൊരു പക്ഷേ രണ്ട് കളറായിട്ട് തോന്നാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇച്ചിരി കാലപ്പഴക്കമൊക്കെ തോന്നാം. അപ്പോൾ നമ്മൾ ആ ഒരു ഫീല് തോന്നാൻ വേണ്ടി ഇതിനൊന്ന് ഡൾ ചെയ്യും. അതിനാവശ്യമായിട്ടുള്ള രീതി ഡൾ ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹോളോ ബ്രിക്സ് റെഡി ആയിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതെടുത്ത് എങ്ങനെയാണ് തലയ്ക്കടിക്കാൻ വേണ്ടി ഇതൊന്ന് സെറ്റ് ചെയ്തെന്ന് നോക്കാം. ഇന്നലെ നല്ല മഴയായതുകൊണ്ട് നമുക്ക് വിഷ്വലി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നാണ് നമ്മൾ അത് ചെയ്യുക.
അതിനു മുമ്പ് നമ്മൾ ഇത് ചെയ്യുന്നത് ഈ ബ്രിക്സ് ഒന്ന് കുറച്ച് കട്ട് ചെയ്തൊക്കെ വെക്കും. കാരണം തലക്കെട്ടെടുത്ത് അടിക്കുമ്പോൾ ഇതൊന്ന് ചിതറി തെറിക്കണമല്ലോ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തൊക്കെ വെക്കും. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും പിന്നെ ഇതിന്റെ വിഷ്വല് തലക്കെടുത്ത് അടിക്കുന്നത് അതൊക്കെ ചെയ്യുന്ന രീതി അതൊക്കെ നമുക്കിന്ന് കാണാം. അപ്പോൾ ഹോളോ ബ്രിക്സ് എടുത്ത് കട്ടയെടുത്ത് തലക്കടിക്കുമ്പോൾ അത് പൊട്ടിച്ചിതറാൻ വേണ്ടി ഞങ്ങളതിങ്ങനെ കുറേ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് പൊട്ടിച്ച് വെച്ചേക്കുകയാണ്. അപ്പോൾ അടിക്കുമ്പോൾ പൊട്ടിച്ചിതർന്നൊരു ഫീലുണ്ടാവും. അതിനുവേണ്ടിയുള്ള പണിപ്പുരയിലാണ് കുമ്പഴ. അങ്ങനെ അവസാനം നമ്മുടെ ഹോളോ ബ്രിക്സ് റെഡിയായി. നമ്മൾ കട്ട് ചെയ്തൊക്കെ വെച്ച് അതിനെ ഒട്ടിച്ചെടുത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇനി നമുക്കിതിനെ എടുത്ത് തലക്കടിച്ചാൽ മാത്രം മതി. അപ്പോൾ അത് സെറ്റപ്പ് ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. വിഷ്വല് ചെയ്യാൻ പോകുന്നത് കരീമിക്കയുടെ വീടിന്റെ ഫ്രണ്ടിൽ വെച്ചാണ്. അപ്പൊ അവിടെ ചെറിയൊരു കട്ടകളൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന ഒരു ഭിത്തിയുണ്ട്, ഒരു വാളുണ്ട്. അപ്പൊ അവിടേക്ക് നമുക്ക് ചെയ്തു വെച്ചിരിക്കുന്ന കട്ടകളും കൂടെയും കൊണ്ട് വെക്കാം. എന്നിട്ട് അവിടെ വെച്ചാണ് നമ്മൾ വിഷ്വല് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി നമ്മൾ ഏത് കട്ട എടുത്താണോ നമ്മൾ ഒരാളെ അടിക്കുന്നത്, അടി കേൾക്കുമ്പോൾ റെഡ് ആകാൻ വേണ്ടി അതിനുള്ളിലേക്ക് കുറച്ച് പൊടിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വേണം വെക്കാൻ. അപ്പോൾ ഹോളോ ബ്രിക്സിന്റെ പണി കംപ്ലീറ്റ് ആയി. ഒരു തവണ കൂടി നമുക്ക് ആ വിഷ്വൽ ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം, അല്ലേ? ഇനി നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരുപാട് എപ്പിസോഡുകൾ ഞങ്ങൾ അണിയറയിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ, പലരും പല കമന്റുകൾ കഴിഞ്ഞ നമ്മൾ കണ്ട ആനയുടെ എപ്പിസോഡിൽ ചെയ്യണമെന്നും പറഞ്ഞ് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. അതായത് പുഴയിലേക്ക് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ആൾക്കാർ എങ്ങനെയാണ് ചാടുന്നത്, അങ്ങനെയൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. കമന്റുകളെല്ലാം ഞങ്ങൾ കാണുന്നുണ്ട്. എല്ലാ കമന്റിനും റിപ്ലൈ തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പലരും പറയുന്നുണ്ട്, ഇതെന്തിനാണോ വീഡിയോ ഇടുന്നത്, ഇതിനൊക്കെ റിപ്ലൈ തരണ്ടേ എന്നൊക്കെ ചോദിക്കുന്നത്. ഇതിന്റെ എല്ലാ റിപ്ലൈ ആണ് ഞങ്ങളുടെ ഓരോ എപ്പിസോഡും. അത് നിങ്ങൾ മറക്കരുത്. അത് റിപ്ലൈ തരുന്നില്ല എന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ നമ്മളെ എന്താ പറയാ അങ്ങനെ ചിന്തിക്കരുത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ ഒരു സീരിയൽ, ഒരു സിനിമ തന്നെ ആയിക്കോട്ടെ, ചെറിയ ബഡ്ജറ്റിൽ ഒരു സിനിമ തന്നെ ആയിക്കോട്ടെ, അത് ചെയ്യാൻ വേണ്ടി സിനിമയിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക രഹസ്യങ്ങൾ, സാങ്കേതിക വശങ്ങൾ വളരെ സിമ്പിളായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഇനിയും ഞങ്ങളുണ്ടാവും. നിങ്ങൾ ചോദിക്കുന്ന ഓരോ കമന്റുകൾക്കും മറുപടിയായിട്ട് ഓരോ എപ്പിസോഡുകളും ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ചെയ്യുന്ന വർക്ക്ഷോപ്പുകൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ എത്താൻ വേണ്ടി അതിന്റെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പൊ കൂടാതെ പിന്നെന്താണ്, ഞങ്ങൾ ഈ ചെയ്യുന്ന എപ്പിസോഡുകളെല്ലാം തന്നെ നിങ്ങൾ ഷെയർ ചെയ്തെങ്കിൽ മാത്രമേ പലരിലേക്ക് എത്തത്തുള്ളൂ. അതെ, അപ്പൊ നിങ്ങൾ എത്രമാത്രം ആൾക്കാരിലേക്ക്, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുമോ അത്രയും പേരിലേക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക. അപ്പൊ പുതിയൊരു എപ്പിസോഡുമായി കാണും വരെ ബൈ.